മാർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. അവിടെ ബധിരനും മൂകനുമായ ഒരു വ്യക്തിയെ ഈശോയുടെ അടുക്കൽ അവർ കൊണ്ടുവന്നു. അവനെ സുഖപ്പെടുത്തണമെന്ന് ഈശോയോട് പറഞ്ഞു. ഈശോ അവനെ സ്പർശിച്ച് പറയുകയാണ്, എഫാത്ത, തുറക്കപ്പെടട്ടെ. ഈശോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സ് തുറക്കപ്പെട്ടു, അവൻ്റെ ഹൃദയം തുറക്കപ്പെട്ടു, അവൻ്റെ അധരങ്ങൾ തുറക്കപ്പെട്ടു, അവൻ്റെ ചെവികൾ തുറക്കപ്പെട്ടു. അവൻ പരിപൂർണമായി തുറക്കപ്പെട്ടവനായി തീർന്നു എന്നുള്ളതാണ്. ഈ ധ്യാനത്തിൽ വന്നിരിക്കുന്ന നിങ്ങളും ഇവിടെ നിന്ന് പോകുമ്പോൾ തുറക്കപ്പെട്ടവരായി പോകണം. നിങ്ങൾ ഓരോരുത്തരുടെയും കർത്താവ് പറയുകയാണ്, എഫാത്ത, തുറക്കപ്പെടട്ടെ. എഫാത്ത, തുറക്കപ്പെടട്ടെ. എഫാത്ത, തുറക്കപ്പെടട്ടെ. നിങ്ങളുടെ മനസ്സും ഹൃദയവും എല്ലാം ദൈവത്തിങ്കിലേക്ക് തുറക്കപ്പെടട്ടെ. നിങ്ങളുടെ മനസ്സും ഹൃദയവുമെല്ലാം മറ്റുള്ളവരിലേക്ക് തുറക്കപ്പെടട്ടെ. അങ്ങനെ തുറക്കപ്പെട്ട അനുഭവത്തിലേക്ക് കടന്നു വരാൻ നിങ്ങൾക്ക് ഓരോരുത്തരും കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മറക്കരുത്, മാർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം. ബധിരനും മൂകനുമായൊരു മനുഷ്യൻ, അവരുടെ കർത്താവ് പറയുന്ന വാക്ക് എഫാത്ത, തുറക്കപ്പെടട്ടെ. അത് ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കർത്താവ് പറയുകയാണ്. നിങ്ങൾക്കറിയാം, വചനം വായിക്കപ്പെടുമ്പോൾ, വചനം പറയുമ്പോൾ അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രഘോഷിച്ച വചനം മാത്രമല്ല, ഇന്ന് കർത്താവായ യേശു നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്ന് നമ്മോട് ഓരോരുത്തരോടും പറയുകയാണ്, എഫാത്ത, തുറക്കപ്പെടട്ടെ എന്ന്. ആ തുറക്കപ്പെട്ട അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം കൂടി ഞാൻ ആദ്യമായി പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം. ഇവിടെ വന്നിട്ടുള്ള നിങ്ങളിൽ പലരും വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സങ്കടങ്ങളും നിസ്സഹായ അവസ്ഥയൊക്കെ നേരിടുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്കായിട്ട് കർത്താവ് തരുന്ന വചനമാണ് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം. അവിടെ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു വിധവയുടെ മകൻ മരിച്ചു. അവൻ്റെ ശവമഞ്ചവും ചുമന്നുകൊണ്ട് ആളുകൾ ഇങ്ങനെ പോവുകയാണ്. വിധവ, ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവളുടെ കരച്ചിൽ യേശു കണ്ടു. അവളുടെ അടുത്ത് ചെന്നുകൊണ്ട് ഈശോ പറയുകയാണ്, കരയണ്ട. ഇന്ന് നിങ്ങൾക്ക് ദുഃഖങ്ങളുണ്ടെങ്കിൽ, വേദനയുണ്ടെങ്കിൽ, ദുരിതങ്ങളുണ്ടെങ്കിൽ, സഹനങ്ങളുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുക്കൽ വന്ന് പറയുന്നു, കരയണ്ട. കരയണ്ട എന്ന് പറയുക മാത്രമല്ല, അതിനുശേഷം അവിടുന്ന് ആ ശവമഞ്ചത്തിൽ സ്പർശിച്ചുകൊണ്ട് ആ യുവാവിനോട് എഴുന്നേൽക്കാൻ പറയുകയാണ്. അവൻ എഴുന്നേറ്റു. അവനെ പിടിച്ച് അവൻ്റെ അമ്മയ്ക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇന്ന് നിങ്ങളോടും പറയുന്നു, കരയേണ്ട. നിങ്ങളുടെ ദുഃഖങ്ങളിൽ നിന്ന്, നിങ്ങളുടെ വേദനകളിൽ നിന്ന്, നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ നിങ്ങൾ മോചിതരാകട്ടെ. എല്ലാ ചങ്ങലകളും പൊട്ടിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ഞാനിവിടെ നിങ്ങളോട് ഓരോരുത്തരെയും നോക്കി പറയുകയാണ്. യേശു അത് തന്നെയാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ സമാപന ദിവസമായി ഇന്ന് നിങ്ങളുടെ ധ്യാനത്തിന് വേണ്ടി ഞാൻ വായിക്കാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധാപൂർവം അത് കേൾക്കണം. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം. ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസരത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. യേശു അതിൽ കയറി. കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കുവാൻ യേശു അവനോട് ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറിത്തുടങ്ങി. അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെപ്പറ്റി ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ സബദീപുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. Praise the Lord. 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 നമുക്കൊരു ചെറിയ പാട്ട് പാടിയിട്ട് തുടങ്ങാം. ഞാൻ തന്നെ പാടി നിങ്ങൾക്ക് തരാം. നിങ്ങൾ എന്നോടൊപ്പം പിന്നീട് അറിയാവുന്നുണ്ടെങ്കിൽ പാടിയാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നത്. നാവിൽ എന്നീശോദൻ നാമം, കാതിൽ എന്നീശോദൻ നാദം, കണ്ണിൽ ഈശോദൻ രൂപം, നെഞ്ചിൽ ഈശോദൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ ഈശോദൻ നാമം, കാതിൽ എന്നീശോദൻ നാദം, കണ്ണിൽ ഈശോദൻ രൂപം, നെഞ്ചിൽ ഈശോദൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. ഒരിക്കൽ കൂടി. നാവിൽ എന്നീശോദൻ നാമം, കാതിൽ എന്നീശോദൻ നാദം, ഈശോദൻ രൂപം, നെഞ്ചിൽ
ഈശോദൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം. വെരി ഗുഡ്. നിങ്ങൾ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പഠിച്ചു വയ്ക്കണം കേട്ടോ. എന്നിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ മൂളി പാടിക്കൊണ്ടിരിക്കണം. അതുപോലെ വീട്ടിൽ അറിയാത്തവരെ പഠിപ്പിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ, ഭാര്യ ഭർത്താവിനെ പഠിപ്പിക്കുക, ഭർത്താവ് ഭാര്യനെ പഠിപ്പിക്കുക. നല്ല പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ അത് പഠിക്കണം. എന്നിട്ട് അത് നമ്മുടെ കൂടെയുള്ളവരെ പാടുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യണം. അത് പ്രാർത്ഥനയാണ്, വലിയൊരു പ്രാർത്ഥനയായിരിക്കും അത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് സന്തോഷം നൽകാനായിട്ട് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മളിലേക്ക് തന്നെ സന്തോഷം കൊണ്ടുവരാൻ പറ്റും, ആനന്ദം കൊണ്ടുവരാൻ പറ്റും. അതിനൊരു മാർഗമാണ് നല്ല നല്ല പാട്ടുകൾ പഠിച്ചുകൊണ്ട് അത് പാടുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ഞാനൊക്കെ അങ്ങനെയാണ്. എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഒരു നല്ല പാട്ടെടുത്ത് ഞാൻ പതുക്കെ പാടും. ആ പാട്ട് കഴിയുമ്പോൾ ദൈവം നമ്മളിലേക്ക് തൻ്റെ അരൂപി അയച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള മാർഗങ്ങൾ, വഴികളൊക്കെ കാണിച്ചു തരികയും ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം നിങ്ങളും ഞാനിവിടെ കൂടിയിരിക്കുന്ന നിങ്ങളോട് എല്ലാവരും പറയുന്നത് പാട്ട് പഠിക്കണം. എന്നിട്ട് പ്രത്യേകിച്ച് നല്ല നല്ല പാട്ടുകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ പഠിക്കണം. എന്നിട്ടത് പാടിക്കൊണ്ടിരിക്കുക. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കറിയാമുണ്ടാവും, പഴയൊരു പാട്ടാണ്. ആത്മാവിന്നാഴങ്ങളിൽ അറിഞ്ഞു നിന്ദിവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നും യേശുവേ മനസ്സിൻ താരമെല്ലാം നിന്നോട് പങ്കുവച്ചു മാറോടെന്നെ ചേർത്തണച്ചു എന്തോരാനന്ദം എന്തോരാനന്ദം. ഒരു നാൾ നാഥനെ ഞാൻ തിരിച്ചറിഞ്ഞു, തീരാത്ത സ്നേഹമായി അരികിൽ വന്നു. ഒരു നാൾ തിരിച്ചറിഞ്ഞു, തീരാത്ത സ്നേഹമായി അരികിൽ വന്നു. ഉള്ളിനുള്ളിൽ നീ കൃപയായി മഴയായി നിറവാർന്നൊരനുഭവമായി എന്തോരാനന്ദം എന്തോരാനന്ദം. ആത്മാവിന്നാഴങ്ങളിൽ അറിഞ്ഞു ദിവ്യ സ്നേഹം നിറഞ്ഞലോടനായി എന്നും യേശുവേ മനസ്സിൻ ഭാരമില്ല നിന്നോടു പങ്കുവച്ചു മാറോടെന്നെ ചേർത്തണച്ചു എന്തോരാനന്ദം എന്തോരാനന്ദം
Praise the Lord. 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 അപ്പൊ നിങ്ങൾ പഠിക്കണം കേട്ടാ, എല്ലാവരും പഠിക്കണം. പഠിക്കോ? പാട്ട് പഠിക്കണം, പാട്ട് പാടണം. നിങ്ങളെ തന്നെ സന്തോഷിപ്പിക്കുവാനും ആനന്ദിപ്പിക്കുവാനും സന്തോഷം ലഭിക്കാനുള്ളൊരു മാർഗമാണത്. ഞാൻ ചിലപ്പോഴൊക്കെ ബിഷപ്സ് ഹൗസിൽ ഇങ്ങനെ റൂമിലിരുന്ന് ചിലപ്പോൾ പാട്ട് പാടും. പതുക്കെ പാടിങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ എൻ്റെ സെക്രട്ടറി എന്നോട് പറയും ഇവിടെ ആളുണ്ടെന്ന്. അതായത് നിർത്തിക്കോ, ഇവിടെ ആളുണ്ടെന്ന് പറയും. അപ്പം തന്നെ ഞാൻ നിർത്തിക്കളയും. കാരണം നമ്മൾ ആളുകളുടെ വിചാരം ബിഷപ്പൊന്നും പാടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ചില പാട്ടുകൾ, പിന്നെ സിനിമ പാട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആളുകൾ കേട്ടാൽ വല്ലതും പറയും. പക്ഷെ ഞാൻ ഭക്തിഗാനം പാടും. ഭക്തിഗാനങ്ങൾ പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിന് വലിയ സമാധാനം നൽകും. അപ്പം നിങ്ങൾ പഠിക്കണം, നിങ്ങൾ പാടണം എന്നാണ് നിങ്ങളോട് എല്ലാവരും എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. നമ്മളിപ്പോൾ വായിച്ചു കേട്ട സുവിശേഷഭാഗം ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ. ഈ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് 6 പാഠങ്ങളാണ്. ഈ 6 പാഠങ്ങൾ ഈശോ പത്രോസിനെ പഠിപ്പിച്ച പാഠങ്ങളാണ്. ഇന്ന് ഈ പാഠങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് പത്രോസിനെ ഈശോ പഠിപ്പിച്ച പാഠം ആഴങ്ങളിലേക്ക് ഇറങ്ങാനായിരുന്നു. ആഴങ്ങളിലേക്ക് ഇറങ്ങുക. എന്തിൻ്റെയൊക്കെ ആഴങ്ങളിലേക്കാണ്? നമ്മൾ ധ്യാനത്തിന് വരുമ്പോൾ പത്രോസ് ആഴങ്ങളിലേക്ക് വലയിറക്കിയതുപോലെ നമ്മൾ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. എന്തിൻ്റെയൊക്കെ ആഴങ്ങളിലേക്ക്? പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക്, വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക്, സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക്, പ്രത്യാശയുടെ ആഴങ്ങളിലേക്ക്, മറ്റുള്ളവരോടുള്ള ബഹുമാനത്തിൻ്റെ ആഴങ്ങളിലേക്ക്, എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള നമ്മളുടെ ആഗ്രഹത്തിൻ്റെ ആഴങ്ങളിലേക്ക്, അങ്ങനെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനുള്ളൊരു അവസരം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുകയാണ്. പത്രോസ് എങ്ങനെയാണ് ആഴങ്ങളിലേക്ക് ഇറക്കി വലയിറക്കി മീൻ പിടിച്ചുവോ, അതുപോലെ തന്നെ നമുക്കും സമാധാനം നേടുവാൻ, സന്തോഷം നേടുവാൻ, ആനന്ദം നേടുവാനൊക്കെ ഈ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നത് നമ്മളെ സഹായിക്കും. സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പ്രത്യാശയുടെ എല്ലാ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകണം. അതിനാണ് ധ്യാനം നടത്തുന്നത്. അപ്പോൾ ഈ ധ്യാനം നടത്തുന്ന ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളിന്ന് ഇറങ്ങേണ്ട ആഴം ദൈവത്തെ പറ്റിയുള്ള ആഴങ്ങളിലേക്ക് തന്നെയാണ്. ദൈവത്തെ അറിയാൻ ശ്രമിക്കുക, ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുക, ദൈവം ആരാണെന്ന് മനസ്സിലാക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ഒന്നാമതായിട്ട് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ, ഈ ധ്യാനത്തിന് സമാപന ദിവസം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദൈവം ആരുടെയും പാപങ്ങൾ കണക്കെഴുതി സൂക്ഷിക്കാറില്ല. God never keeps an account of your sins. നമ്മളൊക്കെ ഒരു പക്ഷെ കണക്കെഴുതി സൂക്ഷിക്കും, ദൈവം സൂക്ഷിക്കുന്നില്ല.
ഞാൻ ഒരു സംഭവം നിങ്ങളോട് പറയാം. ഒരിക്കലൊരു കരിസ്മാറ്റിക് അൽമായന് ദർശനങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഈ ദർശനങ്ങളെക്കുറിച്ച് പറയാനായിട്ട് അയാൾ മെത്രാൻ്റെ അടുത്ത് എത്തി. സെക്രട്ടറി പറഞ്ഞു മെത്രാന് സമയമില്ല. എങ്കിലും അയാൾ പറഞ്ഞു എനിക്ക് കാണണം, ഞാൻ കണ്ടിട്ടേ പോവുള്ളൂ. അവസാനം മെത്രാൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ അൽമായ സഹോദരൻ പറഞ്ഞു, പിതാവേ, എനിക്ക് ഈശോ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നു, എന്നോട് പലതും സംസാരിക്കുന്നു, പല കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. മെത്രാൻ അദ്ദേഹത്തെ വലിയ ഗൗരവമായിട്ടൊന്നും എടുത്തില്ല. മെത്രാൻ അയാളോട് പറഞ്ഞു, ഇനിയും നിനക്ക് ഈശോ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ ബിഷപ്പിൻ്റെ, അതായത് എൻ്റെ പാപങ്ങൾ എന്തൊക്കെയാണെന്ന് ഈശോയോട് ചോദിച്ചിട്ട് മനസ്സിലാക്കി വരണമെന്ന്. ഇയാളത് കേട്ട് ചിരിച്ചുപോയി. ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം തികച്ചും അപ്രതീക്ഷിതമായൊരു ദിവസം മെത്രാനെ കാണുവാനായിട്ട് ആ അൽമായ സഹോദരൻ വരികയാണ്. മെത്രാന്റെ അടുക്കൽ വന്നിരുന്നു. മെത്രാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾക്കല്ലേ ഈശോ പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുള്ളത്, ഇപ്പം അടുത്തെങ്ങാൻ പ്രത്യക്ഷപ്പെട്ടോ? അദ്ദേഹം പറഞ്ഞു, ഇന്നലെ രാത്രി ഈശോ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പം ബിഷപ്പ് പതുക്കെ ഒന്ന് ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ട് ബിഷപ്പ് ചോദിച്ചു, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ എൻ്റെ പാപങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു വരണമെന്ന്? അപ്പം ഈ സഹോദരൻ പറഞ്ഞു, പിതാവേ, ഞാൻ ചോദിച്ചു. ബിഷപ്പ് ചോദിച്ചു, എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഇന്നലെ രാത്രി പാതിരാ സമയം പെട്ടെന്ന് എൻ്റെ മുറിയിൽ നിറയെ വെളിച്ചം. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഈശോ അവിടെ നിൽക്കുന്നുണ്ട്. ഈശോ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, യേശുവെ നിർത്ത്, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എൻ്റെ മെത്രാനച്ഛന് ഈശോ അറിയില്ലേ? അപ്പോൾ ഈശോ പറഞ്ഞു, അറിയും, ഞാനല്ല അദ്ദേഹത്തെ മെത്രാനാക്കിയത്. എങ്കിലൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നോടൊന്ന് പറയാമോ? ബിഷപ്പ് വീണ്ടും പെട്ടെന്ന് ഇവരോട് ചോദിക്കാൻ, എന്താ പറഞ്ഞത്? പക്ഷെ ഇയാൾ പറയുന്നില്ല. ഇയാൾ പറഞ്ഞു, ഈശോ ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് കുറച്ചു നേരം നിശബ്ദനായിരുന്നു. അതിനുശേഷം എന്നോട് പറയുകയാണ്, എന്നെ നോക്കി പറയുകയാണ്, ഞാൻ ആരുടെയും പാപങ്ങൾ കണക്കെഴുതി സൂക്ഷിക്കാറില്ല. ആരെങ്കിലും പാപം ചെയ്തു കഴിഞ്ഞാൽ മാപ്പ് ചോദിച്ചാൽ ആ പാപങ്ങൾ എന്നേക്കുമായി ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യും. അവൻ വെണ്മയുള്ളവനാകും എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവം. എല്ലാവരും കൈയടിക്ക്. നമ്മുടെ ദൈവം ഇതാണ്. പാപങ്ങൾ കണക്കെഴുതി സൂക്ഷിക്കുന്നവനല്ല, മറിച്ച് മാപ്പപേക്ഷിച്ചുകൊണ്ട് അവന്റെ പാദത്തിൽ ചെന്ന് മാപ്പ് ചോദിക്കുമ്പോൾ പരിപൂർണമായി അവനോട് ക്ഷമിക്കുകയും അവന്റെ പാപങ്ങൾ മുഴുവനായിട്ട് മാറ്റുകളയുകയും ചെയ്യുകയാണ് ദൈവം.
നിങ്ങൾക്കറിഞ്ഞൂടെ യൂദാസിന് എന്താ പറ്റിയെന്ന്? യൂദാസ് ഒരു തെറ്റ് ചെയ്തു, വലിയ തെറ്റായിരുന്നു. തൻ്റെ ഗുരുവും നാഥനുമായ യേശുവിന് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു. അത് വലിയ തെറ്റായിരുന്നു. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ യൂദാസ് ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണ്? യൂദാസ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് മാപ്പ് കിട്ടാനാവാത്ത വിധം തൻ്റെ തെറ്റ് അത്ര വലുതാണെന്ന് കരുതി ആത്മഹത്യ ചെയ്തതാണ്. പരിമിതമായ തൻ്റെ തെറ്റുകളെ അപരിമിതമായ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് കഴുകിക്കളയാൻ പറ്റുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ ക്ഷമയെയും ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. വാസ്തവത്തിൽ ആ കഴുമരത്തിൽ പോയി തൂങ്ങിച്ചാകുന്നതിന് പകരം ആ മരത്തിൽ തൂങ്ങിക്കിടന്നിരുന്ന കർത്താവിൻ്റെ പാദത്തികൾ ചെന്നുകൊണ്ട് കണ്ണീരൊഴുക്കി കരഞ്ഞുവെങ്കിൽ യൂദാസ് ആരാകുമായിരുന്നു പ്രിയപ്പെട്ടവരെ? ഇപ്പോൾ നമുക്ക് ദൈവം ധാരാളം അവസരങ്ങൾ നൽകുന്നുണ്ട്. ഇത് നോമ്പുകാലമാണ്, നമ്മൾ ധ്യാനം നടത്തുന്ന അവസരമാണ്. നമുക്ക് ദൈവം ഒരു അവസരം കൂടി തരയാണ്. അവൻ്റെ കാൽക്കൽ ചെന്ന് വീണ് അവനോട് മാപ്പ് ചോദിക്കാൻ. അതിന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന മാർഗമാണ് അലിവിൻ്റെ കൂടാരമായ കുമ്പസാരക്കൂട്. ആ കുമ്പസാരക്കൂട്ടിൽ പോയി പാവങ്ങൾ ഏറ്റുപറഞ്ഞ് എന്നേക്കുമായി പാവങ്ങൾ കഴുകിക്കളഞ്ഞ് നമ്മളൊക്കെ വിശുദ്ധരായി തീരണം. നോമ്പുകാലം ആരംഭിച്ചു കഴിഞ്ഞല്ലോ. നിങ്ങൾക്കറിയാലോ, നോമ്പ് എന്ന വാക്ക് ഇംഗ്ലീഷിൽ ലെൻറ്റ് എന്നാ പറയുന്നത്. LENT, ലെൻറ്റ്. ഈ ലെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? വസന്തം എന്നാണ്. വസന്തം. നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ വസന്തം വിരിയിക്കാനുള്ള കാലമാണ്. പ്രാർത്ഥനയുടെ വസന്തം, ഉപവാസത്തിൻ്റെ വസന്തം, ദാനധർമ്മങ്ങളുടെ വസന്തം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വസന്തം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നോമ്പ് കാലം നമുക്ക് ദൈവം നൽകുന്നത്. അത് നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു വസന്തം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോട്ടയിൽ ഇത്രയും വൈദിക സന്നിഹിതരായി നിങ്ങൾക്ക് ഈ ധ്യാനം നൽകുന്നത്. അത് ഉപയോഗപ്പെടുത്തണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾ എത്രമാത്രം പാപികളായിരുന്നാലും വേണ്ടില്ല, നിങ്ങൾ എത്രമാത്രം തെറ്റുകൾ ചെയ്തവരായിരുന്നാലും വേണ്ടില്ല, ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന്, ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്ന് നമ്മൾ മാപ്പ് ചോദിക്കുന്നുവെങ്കിൽ അതെല്ലാം ദൈവം ക്ഷമിക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബൈബിളിൻ്റെ ആദ്യത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ നമുക്ക് കിട്ടുന്ന സന്ദേശവും ഇത് തന്നെയാണ്. ദൈവം ആരുടെയും പാപങ്ങൾ കണക്കെഴുതി സൂക്ഷിക്കുന്നില്ല. മറിച്ച് അത് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ, പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ എന്നേക്കുമായി ക്ഷമിക്കുകയും മറക്കുകയും പൊറുക്കുകയും ദൈവം ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ദൈവത്തിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ ദൈവം
ധാരാളം സ്റ്റെപ്പുകൾ എടുത്ത് നമ്മുടെ അടുക്കലേക്ക് വരും. യു ടേക്ക് വൺ സ്റ്റെപ്പ്, ഗോഡ് ടേക്സ് മെനി സ്റ്റെപ്സ് ടുവേർഡ്സ് യു. അതാണ്. ഉദാഹരണമായിട്ട് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം, അവിടെയാണല്ലോ ധൂർത്തപുത്രന്റെ കഥ പറയുന്നത്. ധൂർത്തപുത്രൻ ഒരു സ്റ്റെപ്പ് എടുത്തുള്ളൂ. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോകും, നിനക്കെതിരായി ഞാൻ പാപം ചെയ്തെന്ന് പറയും. പക്ഷേ അവനതിന് പറയാൻ പോലും അവൻ്റെ അപ്പൻ സമ്മതിക്കുന്നില്ല. അവൻ അങ്ങോട്ട് നടന്നു വരുന്നത് കണ്ട് അവൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് അവന് ആലിംഗനങ്ങൾ നൽകി അവനെ സ്വീകരിക്കുന്ന നല്ലവനായ ദൈവത്തെയാണ് ബൈബിൾ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മളൊരു സ്റ്റെപ്പ് എടുത്താൽ മതി, ദൈവം ധാരാളം സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ട് നമ്മുടെ അടുക്കലേക്ക് വരും. നമ്മൾ യെസ് പറഞ്ഞാൽ മതി, ദൈവം പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളും. മൂന്നാമതായിട്ട് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ദൈവം പാപത്തെ വെറുക്കുന്നു, പാപിയെ വെറുക്കുന്നില്ല. God hates sin but not the sinner. അതെവിടെയാണ് നമുക്ക് കിട്ടുന്നത്? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്നു. യഹൂദ നിയമമനുസരിച്ച് അങ്ങനെയുള്ള സ്ത്രീകളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നായിരുന്നു നിയമം. കല്ലെറിഞ്ഞു കൊല്ലുന്നതിന് വേണ്ടി ജനക്കൂട്ടം കർത്താവിൻ്റെ മുമ്പിലേക്ക് അവളെ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്കറിയാം, അവരോട് യേശു പറഞ്ഞത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ്. ഓരോരുത്തരായി കല്ല് താഴ്ത്തിട്ട് അവളെ എറിയാതെ പോയി എന്നാണ് പറയുന്നത്. അവളെ സമാധാനത്തോടുകൂടി യേശു പറഞ്ഞയക്കുന്നു. മേലിൽ പാപം ചെയ്യരുതെന്ന് പറയുന്നു. അവിടെ നമ്മൾ പഠിക്കുന്ന പാഠം ഇതാണ്: ദൈവം പാപത്തെ വെറുക്കുന്നു, പാപിയെ വെറുക്കുന്നില്ല, പാപിയെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. നാലാമതായിട്ട് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴുള്ള ഒരു ചിന്ത, ദൈവം നമ്മളെ കണ്ടുമുട്ടി, നമ്മളെ രൂപാന്തരപ്പെടുത്തി പുതിയ മനുഷ്യനാക്കി തീർക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായമാണ്. സക്കയവൂസ് പാപിയായിരുന്നു. അവനെ യേശു കണ്ടുമുട്ടി, അവനെ പുതിയ മനുഷ്യനാക്കി. എന്നിട്ട് അവൻ അവസാനം പറയുന്നതാണ്, ഞാൻ ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവന് വലിയ മാനസാന്തരമുണ്ടായി. അവൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലെ നിങ്ങളും ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന വഴി യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടണം. കണ്ടുമുട്ടി പരിവർത്തനത്തിന് വിധേയരാകണം. എങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായിത്തീരും, സമാധാനമുള്ളതായിത്തീരും, സന്തോഷമുള്ളതായിത്തീരും. പ്രൈസ് ദി ലോർഡ്, Praise the Lord. പ്രൈസ് ദി ലോർഡ്, Praise the Lord. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വിയറ്റ്നാമില് ഏകാന്ത തടവിൽ കിടന്ന് ധാരാളം വർഷം നരകിച്ച ഫ്രാൻസിസ് വാൻ തുവാൻ എന്ന് പറയുന്ന ഒരു മെത്രാനുണ്ട്. ആ മെത്രാനോട് ജോൺ പോൾ 2-ാമൻ പാപ്പ
മാർപ്പാപ്പയ്ക്കും കർദിനാൾമാർക്കും മെത്രാന്മാർക്കും ഒരു ധ്യാനം കൊടുക്കാൻ പറഞ്ഞു. ആ ധ്യാനം കൊടുത്ത വഴിയായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് എഴുതിയുണ്ടാക്കിയ ഒരു പുസ്തകമാണ് ടെസ്റ്റിമണി ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ സാക്ഷ്യം. ആ പുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളത് എഴുതിയിടണം. അദ്ദേഹം പറയാണ്, ദൈവം എല്ലാം മറക്കുന്നവനാണ്. ദൈവം എല്ലാം മറക്കുന്നവനാണ്. നിങ്ങൾക്കറിയാമോ? അതിനുള്ള ഒരു ഉദാഹരണം പറയാമോ? ഏറ്റവും വലിയ ഉദാഹരണം നല്ല കള്ളനാണ്. രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവിടെ നിന്ന് കിടക്കുന്നു. ഒരു കള്ളൻ അവനെ പരിഹസിച്ചു. മറ്റൊരു കള്ളൻ പറഞ്ഞു, നിന്റെ രാജ്യത്ത് നീ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന്. അതിന് മറുപടി ആയിട്ട് എന്താ പറഞ്ഞ്? നീ ഇന്ന് തന്നെ. അതാണ്. അവൻ എത്രയോ പാപങ്ങൾ ചെയ്തവനാണ്, എത്രയോ കുറ്റങ്ങൾ ചെയ്തവനാണ്. അതൊന്നും ഓർക്കാതെ കർത്താവ് അവനോട് പറയുകയാണ്, നീ ഇന്ന് തന്നെ സ്വർഗരാജ്യത്ത് പർദീസായിൽ ഉണ്ടായിരിക്കുമെന്ന്. ചുരുക്കം പറഞ്ഞാൽ ദൈവം എല്ലാം മറക്കുന്നവനാണ്. അവിടെ നിന്നൊന്നും ഓർമ്മിക്കുന്നില്ല. അതാണ് കാര്യം. വേറൊന്ന്, ദൈവം കണക്ക് നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഒരാടിനെ കാണാതാകുന്നു, എന്നിട്ട് ആ ഒരാടിനെ തേടി പിടിക്കുന്നതിന് വേണ്ടി മറ്റ് 99 വിട്ടേച്ച് ഇടയൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും അത് ചെയ്യോ? പക്ഷേ ദൈവത്തിന്, യേശുവിന് ആ ഒരെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. 99 വിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു, നഷ്ടപ്പെട്ട ഒന്നിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി. ഞാനിവിടെ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിലൊക്കെ നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിന്നാലെ നിങ്ങൾ പോകണം, അവരെ വീണ്ടെടുക്കണം. അവൻ പോട്ടെ, അവൻ നശിക്കട്ടെ, അവൻ തൊലയട്ടെ എന്നല്ല നമ്മൾ പറയേണ്ടത്. ദൈവത്തിൻ്റെ മനസ്സ് സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ പോയി അവനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കഴിയണം. ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ മക്കള് താന്തോന്നികളായിരിക്കും, ഭർത്താവ് ഭയങ്കര കുടിയനായിരിക്കും, ഭാര്യയാണെങ്കിൽ എപ്പോഴും തല്ലുപിടിക്കുന്ന സ്വഭാവമായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അവസാനം വരുമ്പോൾ അവരെ അങ്ങ് ഉപേക്ഷിക്കും. ഇയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല, അത് ഇവളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഈ താന്തോന്നിയായി മകൻ എനിക്ക് ആവശ്യമില്ല, ഇവൻ എൻ്റെ മകനല്ല എന്നൊക്കെ പ്രഖ്യാപനം നടത്തുന്ന ആളുകളുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. ദൈവത്തെ പോലെ അവനെ തേടി നടക്കേണ്ട കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം മോനിക്ക പുണ്യവാളത്തിയാണ്. മോനിക്ക പുണ്യവാളത്തി ഒരിക്കൽ വൈകുന്നേരം വീട്ടിലിരിക്കുമ്പോൾ മകൻ അഗസ്റ്റിൻ വന്ന് പറയുകയാണ്, അമ്മേ ഞാൻ റോമിലേക്ക് പോകുന്നു. അമ്മ ഞെട്ടിപ്പോയി. കാരണം ഇവൻ ഇപ്പോൾ ചീത്തയാണ്, റോമിൽ പോയി കൂടുതൽ ചീത്തയാകും. അതുകൊണ്ട് അമ്മ അവനെ റോമിലേക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അമ്മ പറഞ്ഞു, മോനെ നീ പോകണ്ട റോമിലേക്ക്,
നീ ഇവിടെ തന്നെ നിന്നാൽ മതി. അഗസ്റ്റിൻ ഉറങ്ങാനായിട്ട് റൂമിൽ പോയി. അമ്മ ആ രാത്രി മുഴുവൻ ആ മകന് വേണ്ടി മുട്ടിന്മേൽ നിന്ന് കണ്ണീരൊഴുക്കി കരയുകയായിരുന്നു പ്രിയപ്പെട്ടവരെ. എന്നിട്ട് നേരം വെളുത്ത് മകൻ്റെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ മകൻ റൂമിലില്ലായിരുന്നു. അവൻ കപ്പൽ കയറി കാർത്തേജിൽ നിന്ന് റോമിലേക്ക് യാത്രയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ആ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടോ? കേട്ടോ? കേട്ടത് പിന്നീടാ. അവൻ റോമിൽ പോയി. റോമിൽ ചെന്നിട്ട് മിലാനിലെ മെത്രാനായിരുന്ന അംബ്രോസിനെ കണ്ടു. വിശുദ്ധ അംബ്രോസ് അവനോട് പലപ്പോഴും പല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതിനൊക്കെ ഫലമായിട്ട് വിശുദ്ധ അഗസ്റ്റിൻ മാനസാന്തരപ്പെട്ടു, വൈദികനായി, മെത്രാനായി, വിശുദ്ധനായി. ഇപ്പോൾ ചോദിക്കൂ, അമ്മയുടെ പ്രാർത്ഥന കേട്ടോ? കേട്ടോ? കേട്ടു. ആ അമ്മ വിചാരിച്ച പോലെ ആയിരുന്നില്ല, മറിച്ച് ദൈവം വിചാരിച്ച പോലെ. അമ്മ വിചാരിച്ചത് ഇവൻ നാട്ടിൽ നിൽക്കട്ടെ, ഇപ്പോഴവൻ ചീത്തയാണ്, ഇനി ചീത്തയായിട്ട് തന്നെ ജീവിക്കട്ടെ എന്നായിരുന്നു. ദൈവം അവിടെ നിന്ന് അവനെ പെറുക്കിയെടുത്തുകൊണ്ട് റോമിൽ കൊണ്ടുപോയി, റോമിൽ നിന്ന് മിലാനിൽ കൊണ്ടുപോയി മാനസാന്തരപ്പെടുത്തി വിശുദ്ധനാക്കി അമ്മയ്ക്ക് സമ്മാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത്, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത്. ഞാൻ ഓർക്കുന്നുണ്ട് ചില ആളുകളുടെ കഷ്ടകാല ജീവിതം. ചിലപ്പോൾ നമ്മളെ കാണാൻ വരുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളൊക്കെ പറയും. അപ്പോൾ ചോദിക്കും, ഭർത്താവ് എന്തെടുക്കുകയാണ്? അപ്പോൾ പറയും, ഭർത്താവ് ജോലിക്കൊക്കെ പോകുന്നുണ്ട്, പിന്നെന്താ വീട്ടിൽ പണം തരുന്നില്ലേ? അപ്പോൾ ഒരിക്കലൊരു സ്ത്രീ പറഞ്ഞു, ഒന്നും തരാറില്ല പിതാവേ, അയാളൊരു താമരയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, എന്താ ഭർത്താവ് താമരയാണെന്ന് പറഞ്ഞത്? അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആ സ്ത്രീ എന്നോട് പറയുമായിരുന്നു, 24 മണിക്കൂറും വെള്ളത്തിലാണ്. 24 മണിക്കൂറും വെള്ളം കുടിച്ച് നടക്കുന്ന ഭർത്താവിന് ഭാര്യ വിളിക്കുന്ന പേരാണ്. ദയവേത് നിങ്ങളാരും വിളിക്കരുതിട്ടാ. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളാരും താമര എന്ന് വിളിച്ച് അവസാനം അദ്ദേഹം എന്നെ തല്ലാനായിട്ട് വരും. അപ്പോൾ നിങ്ങളാരും ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് വിളിക്കണ്ട. അപ്പം ഇങ്ങനെ വളരെയധികം സ്ത്രീകൾ ഭർത്താവിൻ്റെ കുടി മൂലം വിഷമിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ധാരാളം പുരുഷന്മാർ ഭാര്യയുടെ എന്താ പറയുന്നത്, എപ്പോഴും പിറുപിറുക്കലും ഒച്ചയും വെളിപാടും ശാപവും അങ്ങനെയൊക്കെയുള്ള ഭാര്യമാർ കാരണം കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ മക്കൾ തോന്നിയ രീതിയിൽ ജീവിക്കുമ്പോൾ മാതാപിതാക്കൾ വ്യസനിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ചിലരെങ്കിലും അങ്ങനെയുള്ള ആളുകളായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കർത്താവ് നേരത്തെ പറഞ്ഞില്ലേ, ആ വിധവയോട് പറഞ്ഞതുപോലെ അവിടുന്ന് പറയാണ്, കരയേണ്ട. എന്നിട്ട് നിങ്ങളുടെ മകനെ, ഭർത്താവിനെ, ഭാര്യയെ ഒരു ദിവസം രൂപാന്തരപ്പെടുത്തി മാനസാന്തരപ്പെടുത്തി നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. നിങ്ങൾ പേടിക്കണ്ട. പ്രാർത്ഥനയുടെ ശക്തിയാണ്. പ്രാർത്ഥന ആകാശമേഘങ്ങളെ തുളച്ച് ദൈവത്തിൻ്റെ അടുക്കൽ എത്തുമെന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ ധ്യാനത്തിലൊക്കെ വരുമ്പോൾ ഓരോ കാര്യങ്ങൾ കേട്ടാൽ മാത്രം പോരാ,
അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് നോക്കണം. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സഹോദരർക്ക് വേണ്ടി, അയൽക്കാർക്ക് വേണ്ടി എല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കണം. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ഇനിയും ധാരാളം കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. ഇന്ന് അപ്പോൾ പത്രോസിനെ കർത്താവ് പഠിപ്പിച്ച ഒന്നാമത്തെ പാഠം എന്തായിരുന്നു? ആഴങ്ങളിലേക്ക് വലയിറക്കുക. ഇതുപോലെ ഇന്ന് നമ്മളോടും ദൈവം പറയുന്നു ആഴങ്ങളിലേക്ക് ഇറക്കാൻ. ഈ ആഴങ്ങളിലേക്ക് ഇറക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കും. ദൈവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് എന്താണ്? ഒന്നാമതായി ദൈവം ആരുടെയും പാപങ്ങൾ കണക്കെഴുതി സൂക്ഷിക്കാതെ. നിങ്ങളൊന്ന് പറഞ്ഞേ. രണ്ട്, ദൈവം നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ധാരാളം സ്റ്റെപ്പുകൾ എടുത്ത് ദൈവം നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ഒന്ന് പറഞ്ഞേ. മൂന്നാമതായിട്ട് ദൈവം പാപത്തെ വെറുക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നു. ഒന്ന് പറഞ്ഞേ. നാലാമതായിട്ട് ദൈവവുമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്തും, പുതിയ സൃഷ്ടിയാക്കും, പുതിയ മനുഷ്യരാക്കും. അല്ലേ? അതിന് ഉദാഹരണം ആരാണ്? സക്കേവൂസ്. ആരാ? സക്കേവൂസിന് കർത്താവ് കണ്ടുമുട്ടി. അവനെ പരിപൂർണമായിട്ട് മാറ്റം വരുത്തിയില്ലേ? അവനെ വിശുദ്ധനാക്കിയില്ലേ? അതാണ് ചെയ്യുന്നത്. ദൈവവുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ അങ്ങനെയാണ്. പിന്നെ മറ്റു പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് പത്രോസിനെ കർത്താവ് പഠിപ്പിച്ചത് ആഴങ്ങളിലേക്ക് ഇറക്കാനാണ്. രണ്ടാമതായിട്ട് പത്രോസിനെ കർത്താവ് പഠിപ്പിച്ച പാഠം വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ളതായിരുന്നു. എന്താണ്? അതെങ്ങനെ അറിയാം? കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിന് മറുപടിയായിട്ട് ദൈവത്താൽ പ്രേരിതരായി പത്രോസ് പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, മിശിഹായാണ്. ആ ഉത്തരം ശരിയായിരുന്നോ? ശരിയായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, യോനായുടെ പുത്രനായ ശിമയോനെ, നിനക്കിത് വെളിപ്പെടുത്തി തന്നത് മദ്യയോ മാംസമല്ല, മറിച്ച് എന്താണ്? സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വിശ്വസിക്കുന്നവരാണ്. ഈ വിശ്വാസം നമുക്ക് തന്നത് ആരാ? ദൈവം തന്നെ തന്നതാണ്. ദൈവം വിശ്വസിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. മറിച്ച് ദൈവം നമുക്ക് വിശ്വാസം നൽകുകയാണ്. ഇപ്പം പത്രോസിനോട് പറയുന്നു, യോനായുടെ പുത്രനായ ശിമയോനെ, നിനക്കിത് വെളിപ്പെടുത്തി തന്നത് മദ്യയോ മാംസമല്ല, മറിച്ച് സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ പിതാവാണ്. നിങ്ങളോടും പറയുന്നു, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം യേശു ക്രിസ്തുവാണെന്ന് പറയാൻ, യേശു ദൈവമാണെന്ന് പറയാൻ, യേശു ദൈവപുത്രനാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ദൈവം തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. ദൈവം തന്നെ നിങ്ങൾക്ക് ശക്തി നൽകണം. അപ്പോൾ ദൈവം നിങ്ങൾക്ക് തന്ന വിശ്വാസത്തെ നശിപ്പിച്ച് കളയാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റുമോ? വേണമെങ്കിൽ പറ്റും, പക്ഷെ പാടില്ല. അല്ലേ? വിശ്വാസം തരുന്നത് ആരാ?
ദൈവമാണ്. ആ വിശ്വാസം നശിപ്പിച്ച് കളയാൻ നമുക്ക് സാധിക്കുമോ? പക്ഷെ എന്താ ചെയ്യുന്നത്? ചില ആളുകളൊക്കെ എന്താ ചെയ്യുന്നത്? കുരങ്ങൻ്റെ കഴുത്തിൽ പൂമാലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുരങ്ങനെന്താ ചെയ്യുക? അതെടുത്തിട്ട് വലിച്ചു കീറി ഇങ്ങനെ പിശിച്ചെത്തി കളയും. ഇതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ചില മനുഷ്യരുണ്ട്, ദൈവം കൊടുത്ത വിശ്വാസത്തെ പിച്ച് ചീന്തി, ദൈവമില്ല, പള്ളിയില്ല, ബിഷപ്പില്ല, അച്ഛന്മാരില്ല, കത്തോലിക്ക സഭയിൽ അതൊക്കെ പറഞ്ഞു നടക്കുന്നവർ. നമ്മളൊന്നും ഒരിക്കലും ചെയ്യരുത്. ഒരച്ഛനെയും നമ്മൾ ശപിക്കരുത്, ഒരു പള്ളിയെയും നമ്മൾ ശപിക്കരുത്, ഒരു അഭിഷിക്തരെയും നമ്മൾ ഒരിക്കലും ഒരു ചീത്ത വാക്ക് പോലും പറയരുത്. അവർ തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവം ശിക്ഷിക്കട്ടെ, നമ്മളാരെ ശിക്ഷിക്കാൻ? ഒരു അഭിഷിക്തരായിട്ടുള്ള വ്യക്തികളെ, സിസ്റ്റേഴ്സിന്, അച്ഛന്മാരെ, മെത്രാന്മാരെ, അവരെ പറ്റി എപ്പോഴും നല്ലത് പറയും. ഇനി നല്ലത് പറയാൻ പറ്റില്ലെങ്കിൽ ഒന്നും മിണ്ടാതെങ്കിലും ഇരിക്കുക. കേട്ടോ? മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും വിശ്വാസം നമ്മൾ കളഞ്ഞു കുളിക്കരുത്. അപ്പോൾ ഈ നമ്മുടെ ഫ്രാൻസിസ് പാപ്പ ഒരു ചാക്രിക ലേഖനം എഴുതി, ലൂമൻ ഫിദേയി, വിശ്വാസത്തിൻ്റെ വെളിച്ചമെന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിൽ മാർപ്പാപ്പ പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് കാഴ്ചയാണ്. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമതായിട്ട് കാഴ്ചയാണ്, രണ്ടാമതായിട്ട് കേൾവിയാണ്. വിശ്വാസം കേൾവിയാണ്. മൂന്നാമതായിട്ട് വിശ്വാസം സ്പർശനമാണ്. നാലാമതായിട്ട് വിശ്വാസം ഓർമ്മയാണ്. മറക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് കോറിയിടണം. ഫെയ്ത്ത് ഈസ് സീയിങ്, ഫെയ്ത്ത് ഈസ് ഹിയറിങ്, ഫെയ്ത്ത് ഈസ് ടച്ചിങ്, ഫെയ്ത്ത് ഈസ് മെമ്മറി. വിശ്വാസം എന്ന് പറയുന്നത് കാഴ്ചയാണ്. എന്താ അതിൻ്റെ അർത്ഥം? ദൈവം കാണുന്നത് പോലെ എല്ലാം കാണാൻ പഠിക്കുക. ഭർത്താവിനെ ദൈവം കാണുന്നത് പോലെ കാണുക, ഭാര്യയെ ദൈവം കാണുന്നത് പോലെ കാണുക, മക്കളെ ദൈവം കാണുന്നത് പോലെ കാണുക, മൃഗങ്ങളെ ദൈവം കാണുന്നത് പോലെ കാണുക, വൃക്ഷലതാദികളെ ദൈവം കാണുന്നത് പോലെ കാണുക. ദൈവം എല്ലാത്തിനെയും കാണുന്നത് എങ്ങനെയാണ്? ചീത്തയായിട്ടാണോ? ആണോ? അല്ല, ദൈവം എല്ലാത്തിനെയും കാണുന്നത് നല്ലതായിട്ടാണ്. അതുകൊണ്ട് ദൈവം സൃഷ്ടി കഴിഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, എല്ലാം നന്നായിരിക്കുന്നെന്ന് ദൈവം കണ്ടു. അപ്പോൾ വിശ്വാസം എന്നത് കാഴ്ചയാണ്. എന്ന് വെച്ചാൽ ദൈവം കാണുന്നത് പോലെ മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷിമൃഗാദികളെയൊക്കെ കാണുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് വിശ്വാസം സ്പർശനമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്തെന്നറിയാമോ? മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. 12 വർഷമായിട്ട് രക്തസ്രാവം മൂലം വേദനിക്കുന്ന ഒരു സ്ത്രീ, അവൾ പറയുകയാണ്, യേശുവിൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ വസ്ത്രത്തിൽ ഞാൻ സ്പർശിച്ചാൽ എനിക്ക് സൗഖ്യം പ്രാപിക്കും. എന്നിട്ട് അവൾ അവിടെ നിന്നോ, യേശുവിൻ്റെ അടുക്കലേക്ക് പോയി അവൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചു. ഉടൻ തന്നെ അവൾ സൗഖ്യം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. യേശു ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ സ്പർശിച്ചതെന്ന്. നമ്മുടെ ഫ്രാൻസിസ് പാപ്പ പറയുകയാണ്, ചിലപ്പോഴൊക്കെ നിങ്ങൾ ഏകാന്തതയിലിരിക്കുമ്പോൾ കർത്താവിനെ നിങ്ങളുടെ അടുക്കലേക്ക് വിളിക്കണം. ചിലപ്പോൾ വിഷമിച്ചിരിക്കുന്ന സമയമായിരിക്കും, ചിലപ്പോൾ
രോഗം വന്നിരിക്കുന്ന സമയമായിരിക്കും, ചിലപ്പോൾ പല പല ബുദ്ധിമുട്ടുകളുള്ള സമയമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഈശോയെ വിളിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് നിർത്തി നിങ്ങളുടെ വിശ്വാസത്താൽ അവൻ്റെ വസ്ത്രത്തിൽ സ്പർശിക്കണം. ആ വസ്ത്രത്തിൽ നിങ്ങൾ സ്പർശിക്കുമ്പോൾ നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകും, നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകും. ഇന്ന് മുതൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ പറയാണ്. കണ്ണുകൾ അടച്ചിരുന്ന് യേശുവിനെ വിളിച്ച് അടുത്ത് വരുത്തി അവൻ്റെ വസ്ത്രത്തിൽ തൊടണം. നിങ്ങളുടെ ദുഃഖങ്ങളും സമാധാനക്കേടും കഷ്ടതകളും എല്ലാം മാറിപ്പോകും. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്താണ്? സ്പർശനം, അല്ലേ? മൂന്നാമതായിട്ട് വിശ്വാസം എന്ന് പറയുന്നത് കേൾവിയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ വിശ്വാസ കേൾവിയുടെ വരുന്നു. കേൾവി എങ്ങനെ? പ്രസംഗത്തിലൂടെ വരുന്നു. അപ്പോൾ പ്രസംഗിക്കാൻ ആരുമില്ലെങ്കിലോ? അപ്പോൾ നമ്മുടെ പോട്ടയിലെ വൈദികരൊക്കെ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രസംഗിക്കുന്നത്? നിങ്ങളെയൊക്കെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വിശ്വാസം കേൾവിയിലൂടെ വരുന്നു. എങ്കിൽ കേൾപ്പിക്കാൻ ആൾ വേണ്ടേ? പറഞ്ഞു കൊടുക്കാൻ ആൾ വേണ്ടേ? ഒരിക്കൽ ഒരച്ഛൻ പറയായിരുന്നു. ആ അച്ഛൻ ഒരു പത്രത്തിൻ്റെ വലിയ പത്രാധിപരായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. കുറേ കാലം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം പോയി. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരാൾ ഒരു നല്ല വെള്ള ഷർട്ടൊക്കെ ഇട്ട് ഒരു നല്ല പേനയൊക്കെ കുത്തി ഇവിടേക്ക് ഈ അച്ഛനെ കാണാൻ വരികയാണ്. അച്ഛൻ ആളെ കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പോൾ അയാൾ അവിടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അച്ഛനോട് ചോദിച്ചു, എന്നെ മനസ്സിലായില്ലേ? അച്ഛൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അച്ഛാ, ഞാനിവിടെ ഉണ്ടായിരുന്ന രാമചന്ദ്രനാ. അച്ഛൻ ഞെട്ടിപ്പോയി. ഈ രാമചന്ദ്രനുണ്ടായ മാറ്റം, അത്ര വലിയ മാറ്റം. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറ്റിയത്? എന്താ നിങ്ങൾ ഇങ്ങനെ ആയത്? എന്തെങ്ങനെ ആയതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിന്ന് വിട്ടുപോയത് പിന്നെ ഞാൻ ഒരു പെന്തക്കോസ്ത സഭയിൽ ചേർന്നു. അവരിൽ നിന്ന് ബൈബിൾ പഠിച്ചു, പ്രാർത്ഥനകൾ പഠിച്ചു. ഇപ്പം ഞാൻ പെന്തക്കോസ്ത പാസ്റ്ററാണ്. എന്നിട്ട് ഈ അച്ഛനോട് ഇയാൾ ചോദിക്കുകയാണ്, ഞാനൊരു 5-8 വർഷം ഇവിടെ ഉണ്ടായിരുന്നു, എന്നെങ്കിലും നിങ്ങൾ യേശുവിനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടോന്ന് നോക്ക്. എന്തെങ്കിലും എന്നോട് യേശുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ പറയുന്നു, അച്ഛൻ ആ സമയത്ത് ലജ്ജിച്ചു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കുടുംബത്തിലും വിശ്വാസം വരുന്നത് കേൾവിയിലൂടെയാണെങ്കിൽ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, മോനെ ഈശോ എന്ന് പറഞ്ഞ ഇതാണ്, പരിശുദ്ധാത്മാവ് പറഞ്ഞ ഇതാണ്, പിതാവെന്ന് പറഞ്ഞ ഇതാണ്. അതൊക്കെ വളരെ വ്യക്തമായിട്ട് കൊച്ചുനാൾ തുടങ്ങി മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണ് അവരുടെ വിശ്വാസം വളർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ വിശ്വാസം എപ്പോഴും വരുന്നത് എങ്ങനെയാണ്? ഓക്കെ. 4-ാമതായിട്ട് വിശ്വാസം ഓർമ്മയാണ്. നമുക്കറിയാം, നമ്മൾ അനുഷ്ഠിക്കുന്ന ഏറ്റവും വലിയ ഓർമ്മയാണ് വിശുദ്ധ കുർബാന. അവിടെ കർത്താവിൻ്റെ പീഡാസകലത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും നിത്യസ്മാരകമാണ് വിശുദ്ധ കുർബാന. ഓർമ്മയാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ഓർമ്മിക്കുന്ന എപ്പോഴും നിങ്ങൾ വിശുദ്ധ കുർബാന എന്താണ്? അല്ല, വിശ്വാസം എന്താണ്? കാഴ്ചയാണ്. 2, യെസ്, 3, 4. ഓക്കെ. അപ്പോൾ
പത്രോസിനെ പഠിപ്പിച്ച രണ്ടാമത്തെ പാഠം എന്തായിരുന്നു? വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് ഇനി ഞാൻ ആദ്യം പറഞ്ഞ 6 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. മൂന്നാമത്തെ എന്തെന്നറിയാമോ? പത്രോസിനെ ഈശോ പഠിപ്പിച്ച പാഠം പങ്കുവെക്കലിനെ കുറിച്ചായിരുന്നു. അവർക്ക് ധാരാളം മത്സ്യങ്ങൾ കിട്ടിയപ്പോൾ അടുത്തുള്ള വഞ്ചിക്കാരെ വിളിച്ചുകൊണ്ട് അത് പങ്കുവെക്കുന്നു. നമുക്കും എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ, പണമുണ്ടാകുമ്പോൾ നാം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനായിട്ട് പഠിക്കണം. നാലാമത്തെ കാര്യം എന്താണ്? നാലാമതായിട്ട് നടക്കുന്നത്, പത്രോസ് ഈശോയോട് പറയുകയാണ്, ഞാൻ പാപിയാണ്, എൻ്റെ അടുക്കൽ നിന്ന് പോകുക എന്ന്. അപ്പോൾ പത്രോസിനെ ഈശോ പഠിപ്പിച്ച പാഠം അവൻ്റെ പാപാവബോധത്തെക്കുറിച്ചായിരുന്നു. അവസാനമായിട്ട് ഈശോ പത്രോസിനെ പഠിപ്പിച്ചത് അവൻ്റെ ദൗത്യത്തെക്കുറിച്ചാണ്. ദൗത്യത്തെക്കുറിച്ച് എന്താണ് അവൻ ചെയ്യേണ്ടതെന്ന് ഈശോ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ 6-ാമതായിട്ട് ഒരു പാഠം കൂടി ഈശോ പത്രോസിനെ പഠിപ്പിക്കുന്നുണ്ട്. പത്രോസിൻ്റെ പരിമിതികളെക്കുറിച്ച്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും തന്നെ കിട്ടിയില്ല. പക്ഷെ കർത്താവ് വന്നു പറഞ്ഞു, വല ആഴങ്ങളിലേക്ക് ഇറക്കുക. വല ആഴങ്ങളിലേക്ക് ഇറക്കി അവർക്ക് ധാരാളം മത്സ്യങ്ങൾ കിട്ടി. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും, ചിലപ്പോഴൊക്കെ നമ്മൾ പ്രവർത്തിക്കും, നമുക്കൊന്നും തന്നെ കിട്ടില്ല. പക്ഷേ കർത്താവ് പറയുന്നു ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ. നിങ്ങൾക്കും അങ്ങനെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയട്ടെ. അപ്പോൾ പത്രോസിനെ പഠിപ്പിച്ച 6 പാഠങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്നാമതായിട്ട് ആഴങ്ങളിലേക്ക് ഇറങ്ങുക, വലയിറക്കുക. 2, വിശ്വാസം ദൈവത്തിൻ്റെ ഉറക്കപ്പറയേ. 3, പങ്കുവെക്കലിനെ കുറിച്ച് പഠിപ്പിക്കുന്നു ഇല്ലേ? 4, പാപാവസ്ഥയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. 5, പത്രോസിൻ്റെ ദൗത്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. 6, പത്രോസിൻ്റെ പരിമിതികളെക്കുറിച്ച് പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പരിമിതികളെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് ചിലപ്പോൾ എല്ലാം ഉണ്ടാകും. പക്ഷേ ഏത് സമയമാണ് നമ്മുടെ ജീവിതത്തെ ദൈവം വിളിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പരിമിതികൾ അറിഞ്ഞിരിക്കണം. നമ്മൾ പരിമിതികൾ അറിയാത്ത ചില മനുഷ്യരൊക്കെ ഉണ്ട്. ആർക്കൊന്നും കൊടുക്കില്ല, ഒരു നന്മയും ചെയ്യില്ല, അങ്ങനെയൊക്കെ ജീവിച്ചു പോകും. പക്ഷേ പരിമിതി, നമ്മൾ ഈ ചെറുപ്പത്തിലെ പഠിച്ചിട്ടുള്ളൊരു പാഠമുണ്ടല്ലോ, മണ്ണാങ്കട്ടയും കരിയിലയും കണ്ണാരം കുത്തി കളിക്കാതായിട്ട് പോയി അല്ലേ? കേട്ടിട്ടുണ്ടോ? എന്നിട്ട് എൻ്റെ ആദ്യം മണ്ണാങ്കട്ടയെ കരിയില രക്ഷിച്ചു, കരിയിലെ മണ്ണാങ്കട്ട രക്ഷിച്ചു. 2 കൂട്ടരുടെ സൗഹൃദം നന്നായിരുന്നു. അവസാനം വന്നപ്പോൾ കാറ്റ് വന്നു, കരിയില പറന്നുപോയി. മഴ വന്നു, മണ്ണ് അലിഞ്ഞും പോയി. ഇതുപോലെ തന്നെ ജീവിതവും. നമ്മൾ ജീവിതത്തിൽ എല്ലാം ഉണ്ടെന്ന് പറയും, പക്ഷേ ചിലപ്പോഴൊക്കെ ഒരു കാറ്റ് മതി, ചിലപ്പോൾ ഒരു രോഗം മതി. ചിലപ്പോൾ നമ്മൾ ആശുപത്രിയിൽ ചെന്ന് ഡോക്ടർ പറയും നിങ്ങൾക്ക് ക്യാൻസറാണ്, നിങ്ങൾ കൂടി വന്നാൽ 1 മാസം ജീവിക്കും. അപ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോഴൊക്കെ നമുക്ക് നങ്കൂരമിടാവുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, അത് ദൈവമാണ്. ആ ദൈവത്തിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.